സുറുമി രചന അവന്തിക അവതരണം സെൽസാമുസ്തു. പിറ്റേന്ന് ശൂന്യത നിറഞ്ഞ മനസ്സോടെയാണ് സുറുമി കോളേജിൽ ചെന്നത്. മിണ്ടാനോ ആരെ മുഖമുയർത്തി നോക്കാനോ പോലും അവൾ മെനക്കെട്ടില്ല. ആരുടെയൊക്കെയോ ദേഷ്യവും വാശിയും തോന്നിയവൾക്ക്. അവളെ കാത്തുന്ന പോലെ സഫ നിൽപ്പുണ്ടായിരുന്നു. സുറുമിയെ കണ്ടപാടെ ഓടി വന്ന് രണ്ട് കൈയും, പക്ഷെ അവളെ ഒന്ന് മുഖമുയർത്തി നോക്കാൻ പോലും സുറുമിക്ക് തോന്നിയില്ല. ശില പോലെ നിന്നതേയുള്ളൂ അവൾ. കൂട്ടിപ്പിടിച്ച് തൻ്റെ പുറം കൈയിൽ അവളുടെ കണ്ണുനീർ വീണപ്പോഴാണ് അവൾ കരയുകയാണെന്ന് സുറുമിക്ക് മനസ്സിലായത്. അപ്പോൾ പോലും അവളെ നോക്കാനോ തന്നാലാകും വിധം അവളെ സാന്ത്വനിപ്പിക്കാനോ സുറുമിക്ക് തോന്നിയില്ല. തൻ്റെ മുഖത്തേക്കൊന്ന് നോക്കുക പോലും ചെയ്യാതെ നിർവികാരതയോടെ നിൽക്കുന്ന അവളെ കണ്ടപ്പോൾ എന്തൊക്കെയോ പറഞ്ഞ് സുറുമിയെ സമാധാനിപ്പിക്കുന്നെന്നോ വാപ്പച്ചി സമ്മതിക്കുന്നത് വരെ മശൂച്ച കാത്തിരിക്കുന്നൊക്കെ പറയണമെന്നുണ്ടായിരുന്നു സഫക്ക്. അവളുടെ മുഖത്തെ നിസ്സംഗഭാവം കണ്ടപ്പോൾ സഫ മിണ്ടാതെ നിന്നതേയുള്ളൂ. കുറച്ചകലിൽ നിന്ന് ഹന വരുന്നത് കാണെ കവളിൽ ചാലിട്ടൊഴുകുന്ന കണ്ണുനീർ സഫ അമർത്തി തുളച്ചു. ഹന എടുത്തിട്ടിട്ട് ഭാവബോധമില്ലാതെ നിൽക്കുന്ന സുറുമിയെ കണ്ടപ്പോൾ അവളൊരു നിശ്വാസത്തോടെ സഫയോട് ഒരു നിന്നിൽ കണ്ണടച്ച് കാണിച്ചു. പരസ്പരം രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും സമാധാനിപ്പിക്കേ വേണ്ട. ഇതൊരുമാതിരി സീരിയൽ നായികമാരെ പോലല്ലേ. അവസ്ഥയിൽ ഒരു അയവ് വരുത്താനെന്ന പോലെ ഹന സുറുമിയുടെ മുഖമുയർത്തി അവളോടായി പറഞ്ഞു. അപ്പം മാത്രം സുറുമി അവളുടെ മുഖത്തേക്ക് നോക്കി. സുറുമിയുടെ കണ്ണുകളിൽ അലയടിക്കുന്ന ദുഃഖത്തിൻ്റെ വേദനയുടെ വ്യാപ്തി ആ കണ്ണുകളിൽ ഹന അറിഞ്ഞു. നിന്നെ അഞ്ച് അന്വേഷിക്കുന്നുണ്ട്. അവിടെ നോട്ട് നിന്റെ കയ്യിലല്ലേ, നീ ചെല്ലേ, ഞാൻ വന്നേക്കാം. അത് കളിക്ക് ഒന്ന് നോക്കുപോലും ചെയ്യാതെ സുറുമി നടന്നു പോകുന്നതൊരു നിശ്വാസത്തോടെ ഹനയും സഫിയും നോക്കി നിന്നു. ഇന്നലെ നല്ല പ്രോബ്ലമായോ? അവളിപ്പോന്ന് ഉറപ്പായത് ഹന ചോദിച്ചു. അറിയില്ല, ഉമ്മ കാര്യമൊന്നും പറഞ്ഞില്ല. മഷിച്ചാണ് പിന്നെ എന്തെങ്കിലുമൊക്കെ വാത്തുറന്നത്. അത് ഞാൻ കൂടെ അറിയേണ്ട കാര്യമായതുകൊണ്ട്. എന്താ പറഞ്ഞേ? മുഴുവനായിട്ട് പറഞ്ഞതൊന്നുമില്ല. വന്നൊന്നും താല്പര്യക്കുറവ് പ്രകടിപ്പിച്ചെന്ന് മാത്രം പറഞ്ഞു. മാന്യമായാണ് അവളുടെ വാപ്പ സംസാരിച്ചതെന്നും പറഞ്ഞു. ഒക്കെ ശരിയാകും, അതുവരെ നീ കാത്തിരിക്കണമെന്നും പറഞ്ഞു. മഷിച്ചക്കൊന്നും പറയാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. ഇടയ്ക്കൊക്കെ ശബ്ദം ഇടറുന്നുണ്ടായിരുന്നു. അതാ എനിക്ക് സഹിക്കാൻ പറ്റാണ്ടായേ. സുറുമിയെ കണ്ട് സംസാരിക്കുമ്പോൾ ഇത്തിരി സമാധാനം കിട്ടുമെന്ന് വിചാരിച്ചു. അവളൊന്ന് നോക്കുന്ന പോലും ചെയ്തില്ലല്ലോ. നിരാശയും വേദനയും കലർന്നിരുന്നു അവളുടെ വാക്കുകളിൽ. ഇത് തന്നെ മഷു ചെക്കാക്കായുടെ അടുത്ത് പറഞ്ഞ്. ഇന്നലെ അവളുടെ വീട്ടിൽ എന്തൊക്കെയോ സംസാരങ്ങളുണ്ടായിട്ടെന്ന് തോന്നുന്നു. ഇക്കാക്ക പറഞ്ഞപ്പോൾ ഞാൻ അവളുടെ വീട്ടിലേക്ക് വിളിച്ചിരുന്നു. പക്ഷെ അവളുടെ വാപ്പച്ചിയെ ഫോണെടുത്ത് ഭയങ്കര ഹാൻഡായി പുള്ളി എന്നോട് സംസാരിച്ച്. ഇനി വിളിക്കുകയോ മഷിച്ചയെ കാണാൻ അവസരം ഉണ്ടാക്കുകയോ ചെയ്താൽ അവളെ പിന്നെ കോളേജിലേക്ക് വിടില്ല എന്നൊക്കെ പറഞ്ഞു. ആണോ? ഇനിയിപ്പോൾ എന്താ ചെയ്യുക? അവളെന്തേലും പറയുമെന്ന് നോക്കട്ടെ. അവളൊന്നും നോക്കിയതുപോലും ഇല്ലല്ലോ. സാരില്ലടാ, അവൾക്ക് സങ്കടവും ദേഷ്യമൊക്കെ കാണും. അതാ ഇത്തിരി വാശിക്കാരിയാ. എപ്പോഴൊന്നുമില്ല, പക്ഷെ വാശിക്കാരിയാ കയറിയതാ. അവളെക്കുറിച്ച് എന്തേലും പറഞ്ഞോ മഷിച്ച? സഫ ഇല്ലെന്ന് തലയിട്ടി. നിനക്ക് സപ്പോർട്ടിന് മഷിച്ചുണ്ടല്ലോ. കാത്തിരിക്കാൻ സലുക്കയും. അവളുടെ കാര്യം അങ്ങനെ അല്ലല്ലോ. വാപ്പച്ചി ഉണ്ടാകുമ്പോൾ സലുക്കാക്ക് ഒറ്റയ്ക്ക് തീരുമാനം എടുക്കാനും പറ്റില്ല. നീ വിഷമിക്കാതിരി, ഒക്കെ ശരിയാകും. ഹനയുടെ വാക്കുകൾക്ക് സഫയുടെ ഉള്ളിലെ തീ ശമിക്കാൻ കഴിയുമായിരുന്നില്ല. പിന്നെയും ചിന്തയിലാണ് നിൽക്കുന്ന സഫയെ കണ്ടപ്പോൾ ഹന അവളെ ക്ലാസ്സിലേക്ക് പറഞ്ഞു വിട്ടു. സുറുമിയെ കണ്ടതും അവളുടെ അവസ്ഥയും മഷൂദിനോടൊന്ന് സൂചിപ്പിക്കണമെന്നും ഹന സഫയോട് പറഞ്ഞേൽപ്പിച്ചു. ഹന ക്ലാസ്സിലെത്തിയിട്ടും സുറുമി മറ്റെവിടെയോ കണ്ണു നട്ടിരിക്കുകയായിരുന്നു. പലതും പറഞ്ഞ് അവളെ ഒന്ന് പഴയ പിടിക്കാൻ തന്നെ കുറേ ശ്രമിച്ചു. വാപ്പച്ചി ഇന്നലെ അങ്ങനെയൊക്കെ പറഞ്ഞപ്പോൾ നിനക്ക് വിഷമമായോ? ഒട്ടൊരു നേരത്തെ ശ്രമത്തിനൊടുവിൽ അവൾ ചോദിച്ചു. ഹേയ്, നീ ഒന്ന് പോയേ. ആ അവസ്ഥയിൽ എൻ്റെ വാപ്പച്ചിയാണെങ്കിലും അങ്ങനെയൊക്കെ തന്നെ പറയൂ. ഞാൻ ആ രീതിയിൽ എടുത്തിട്ടേ ഉള്ളൂ. മറുപടി ഒന്ന് മൂളുക മാത്രം ചെയ്തു അവൾ. പിന്നെ ഒരുപാട് നേരം അവളുമായി സംസാരിച്ചെങ്കിലും അവളുടെ മൗനത്തിന് കാരണമോ ഇന്നലെ വീട്ടിൽ നടത്തുന്നത് പറയാൻ സുറുമി ഒരുക്കമല്ലായിരുന്നു. ഒരുതരം നിസ്സംഗ പാവമായിരുന്നു അവൾക്ക്. വൈകുന്നേരം ആഴപ്പേക്കും ഹനയുടെ ക്ഷമയും നശിച്ചിരുന്നു. നീ ഒന്ന് വാ തുറന്ന് വല്ലതും പറയോ? രാവിലെ മുതൽ ഞാനിങ്ങനെ ഓരോന്ന് പറയുകയും ചോദിക്കുകയും ചെയ്യുന്നില്ലേ? മൂളിയും തലയിട്ടിയല്ലാതെ ഉത്തരം അത്രയും നിന്ന് തന്നുള്ളൂ. അറ്റ്ലീസ്റ്റ് എന്താ നിനക്ക് പറ്റിയെന്നെങ്കിലും പറ. ക്ഷമ നശിച്ചപ്പോൾ ഹന നിറഞ്ഞു വരുന്ന ദേഷ്യം ഉള്ളിലൊതുക്കിക്കൊണ്ട് പറഞ്ഞു. ഒരിക്കലും സമ്മതിക്കുന്ന നിലപാടാണ് വാപ്പച്ചിക്ക്. പിന്നെ ഒന്നുമില്ല, ഇത്രയേ ഉള്ളൂ. നീ കുറച്ച് സമാധാനത്താ. അത് പറയുമ്പോഴും മഷൂദ് പറഞ്ഞെന്ന് അവൾ അറിഞ്ഞ വാക്കുകളിലിരുന്നു അവളുടെ ഉള്ളം നിറയെ. അവ ഉള്ളം പുറവും ഒരുപോലെ ചുട്ടുപൊള്ളിക്കുന്ന പോലെ തോന്നി അവൾക്ക്. വൈകിട്ട് ബസ് കാത്തു നിൽക്കുമ്പോഴും മഷൂദ് അവളെ കാണാൻ വരുമെന്ന് അവൾ ആശ്വസിപ്പിക്കുമെന്ന് വെറുതെ ആശിച്ചു പോയി അവൾ. വീട്ടിലേക്ക് എത്തുന്നത് വരെ അവളുടെ ഉള്ളം ആ പ്രതീക്ഷയിലായിരുന്നു. അവൾ മനസ്സിലാക്കിയ മഷൂദിനെ ആരെങ്കിലും പറഞ്ഞോ ഭീഷണി മുഴക്കുമെന്ന് കരുതി അവളെ വിട്ടുകൊടുക്കാൻ കഴിയുമായിരുന്നില്ല. അവൻ തന്നെ ഒരു നോക്ക് കാണാൻ പോലും വന്നില്ലെന്ന ചിന്ത അവളിൽ അവശേഷിച്ച നേരിയ പ്രതീക്ഷയെ പോലും തുടച്ചു. വീട്ടിലെത്തിയപാടെ റൂമിലേക്ക് ഓടിക്കയറി വാതിലടിച്ച് ലോക്ക് ചെയ്തു. അടഞ്ഞ വാതിൽ കിതപ്പോടെ ചാരി നിൽക്കെ നെഞ്ചിലെ ഭാരം കൂടി തൊണ്ട വരണ്ടു കുരുങ്ങി കിടക്കുന്നത് അവൾ അറിഞ്ഞു. ശ്വാസം തിങ്ങി നിൽക്കുന്ന പോലെ. ഇനി വേദനിക്കാൻ ഇടം കിട്ടാതെ നിന്ന നിൽപ്പിൽ മരിച്ചു പോയെങ്കിലെന്നതായി ആഗ്രഹിച്ചു പോയവൾ ബാത്റൂമിലേക്ക് കയറി ടാപ്പും ഷവറും തുറന്നു വെച്ച് വെള്ളം ഒഴുകിയിറങ്ങുന്ന ഷവറിന് താഴെ അവൾ നിന്നു.
എത്ര അടക്കി നിർത്തിയിട്ടും കരച്ചിലിൻ്റെ ചീളുകൾ അവളുടെ തൊണ്ട വരെ എത്തി നിന്നു. പുറം കൈയാൽ വായ അമർത്തി പിടിച്ചുകൊണ്ട് കരച്ചിലടക്കാൻ അവൾ പാടുപെട്ടു. എന്നിട്ടും കുത്തി മുറിവേൽപ്പിച്ച പോലെ അവളുടെ നെഞ്ചം വിങ്ങി വിങ്ങി അവ കണ്ണീരായി കവിളിലൂടെ ഒഴുകിയിറങ്ങി. തലയിലൂടെ ഒഴുകിയിറങ്ങുന്ന വെള്ളത്തിൽ കലർന്നില്ലാതായി. ഇന്നലെ ഷവറിന് താഴെ നിന്ന് നെയ്തു കൂട്ടിയ സ്വപ്നങ്ങൾ ഇന്ന് അവളെ നോക്കി പരിഹസിക്കുന്ന പോലെ തോന്നിയവൾക്ക്. ഇന്നലെ തൻ്റെ മനസ്സിനും ശരീരത്തിനും ഒരുപോലെ കുളിർമ തന്നിരുന്ന ഈ വെള്ളം ഇന്നവളെ ചുട്ടുപൊള്ളിക്കുന്ന പോലെ. അവളുടെ കരച്ചിലും ഉയർന്നു വരുന്ന ഏങ്ങലടികളും ആ 4 ചുമരുകൾക്കുള്ളിൽ അലയടിച്ചു. കുമിഞ്ഞുകൂടിയ നെഞ്ചിലെ ഭാരം ഒഴിഞ്ഞു പോകുന്നവരെ അവൾ കരഞ്ഞു. അവസാനം ഏങ്ങലടികൾ മാത്രം ബാക്കിയായി. പൊഴിതൊഴിഞ്ഞ ആകാശം പോലെ മൂടിക്കെട്ടിയ മനസ്സുമായി അവൾ ബാത്റൂമിൽ നിന്നിറങ്ങി. നനഞ്ഞ വസ്ത്രമെല്ലാം ഊരിമാറ്റി വേറെ ധരിച്ചു. കണ്ണാടിയിലൂടെ കാണുന്ന തൻ്റെ പ്രതിബിംബത്തെ നോക്കി തല നിവർത്തിക്കൊണ്ടിരിക്കെ അറിയാതെ പോലും 2 കണ്ണുനീർ കവിളിനെ ചുംബിച്ചുകൊണ്ട് താഴേക്ക് പതിച്ചു. വാശിയോടവ തുടച്ചു മാറ്റിക്കൊണ്ടവൾ കസേര വരച്ച് അതിലിരുന്നു. മേശയിൽ വൃത്തിയായി അടുക്കി വെച്ച പുസ്തകങ്ങളിൽ ധൃതിപ്പെട്ട് വാശിയോടെ എന്തിനോ വേണ്ടി അവളുടെ കൈകൾ പരതി നടന്നു. ഒടുവിലൊരു പേപ്പറും ഒരു പേനയും അവൾ കയ്യിലെടുത്തു. അതിലെന്തൊക്കെയോ കുറിച്ചു. അപ്പോഴും ഒഴുകിയിറങ്ങുന്ന മിഴുനീർ തുള്ളികൾ കവിളിനെ തഴുകി ആ പേപ്പറിൽ ഇറ്റു വീണുകൊണ്ടിരുന്നു. പിന്നീട് അങ്ങോട്ടുള്ള ഓരോ ജോലികളും ഒരു യന്ത്രം കണക്കി അവൾ ചെയ്തു. ഉമ്മയുടെ സമീരയുടെ ചോദ്യങ്ങൾ 1-2 വാക്കിൽ ഉത്തരം കൊടുത്തു. വാപ്പച്ചിക്ക് മുഖം കൊടുക്കാതെ അവളുടേതായ ജോലികൾ മുഴുകി സമയം തള്ളി നീക്കി. രാത്രി 7 വൈകി ഉറക്കം അവളെ കീഴ്പ്പെടുത്തുമ്പോഴും സൽമാൻ വീട്ടിലെത്തിയിട്ടുണ്ടായിരുന്നില്ല. പിറ്റേന്ന് കോളേജിലേക്ക് പോകുന്നതിന് മുമ്പ് സൽമാൻ ഒന്ന് കാണാനായി റൂമിലേക്ക് പോയെങ്കിലും റൂം അകത്തു നിന്ന് ലോക്ക് ചെയ്തിരുന്നു. അവനോടൊന്ന് സംസാരിക്കണമെന്നും ഇനിയും താൻ മഷൂദിന് വേണ്ടി കാത്തിരിക്കേണ്ടതുണ്ടോ എന്ന് ചോദിക്കണമെന്നുണ്ടായിരുന്നു അവൾക്ക്. കമ്പനിയിൽ കുറച്ച് ലോഡ് കയറ്റി പോകാനുണ്ടായിരുന്നു. നല്ല ലേറ്റായിട്ടാണ് വന്നത്. ഒന്നും കഴിക്കാതെ കിടക്കുകയും ചെയ്തെന്ന സമീറയുടെ വിശദീകരണത്തിൽ നിന്നും പിന്നീട് സ്വസ്ഥമായി സംസാരിക്കാമെന്ന് കണക്കുകൂട്ടലിൽ അവൾ കോളേജിലേക്ക് പുറപ്പെട്ടു. ഇന്നലെയുള്ള പോലെയല്ല, മനസ്സിന് കുറച്ച് ആശ്വാസം തോന്നുന്നുണ്ട്. ഈ ഒരു സമയം മറികടക്കണം, മറക്കണം. ഓർമ്മിക്കാൻ ഒരുപാട് മധുരമൂർന്ന ഓർമ്മകളൊന്നും ഇല്ലല്ലോ. മറക്കാതിരിക്കാൻ മറക്കണം. പഠിക്കാതെയും തിന്നാതെയും സ്വയം ശിക്ഷകൾ ഏറ്റുവാങ്ങിയാൽ അതിൻ്റെ പ്രത്യാഘാതം വലുതായിരിക്കും. അപ്പോൾ നഷ്ടം എനിക്കായിരിക്കും. ഒരു വാക്കിലെല്ലാം നിർത്താൻ സുഖമായി ജീവിക്കുള്ളൂ. ഇത്രയ്ക്ക് അവനോട് പരിഭവം തോന്നിയിട്ടും വേദനിച്ചിട്ടും ചങ്ക് പൊട്ടുന്ന വേദനയിൽ ഏങ്ങലടിച്ച് കരഞ്ഞിട്ടും അവരുടെ ഒരു ദേഷ്യം തോന്നുന്നില്ല, വെറുക്കാനും പറ്റുന്നില്ല. ഇനി വേണ്ടത് മറക്കുകയാണ്. പതുക്കെയാണെങ്കിലും ഈ നെഞ്ചിൽ കയറ്റി വെച്ച് ഈ ഭാരം എടുത്ത് കളയണം. അവളൊന്ന് വേദനയോടെ നിശ്വസിച്ചു. പുതിയ തീരുമാനങ്ങളോടെ കോളേജിലെത്തി അവളെ വരവേറ്റത് 4 മടക്കിയ ഒരു വെള്ളക്കടലാസായിരുന്നു. പുഞ്ചിരിയോട് ഹനാദ് അവളുടെ കൈകളിലേക്ക് വെച്ചു കൊടുത്തു. വിറയാർന്ന കൈകളോടെ അവളത് തുറന്ന് വായിച്ചു. കാത്തിരിക്കുക ആ കത്തിൽ എന്തെന്നറിയാനായി. ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടപ്പുറത്തുള്ള ബെല്ലൈക്കണും കൂടെ പ്രസ് ചെയ്തോളൂ. ഇൻഷാ അല്ലാ അടുത്ത ഭാഗവുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ടിൽ ദെൻ മിസ് അൽസ മുസ്ത സൈനിങ് ഔട്ട്. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ ബൈ.